ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പത്മകുമാർ, വണ്ടാനത്ത് സർജറി കഴിഞ്ഞ ഉഷ ജോസഫിന്റെ വയറ്റിലാണ് ഒരു വലിയ കത്രിക കുടുങ്ങിയിരിക്കുന്നത്. 5 വർഷമായി അവർ ആ വേദനയും കടിച്ചു പിടിച്ച് ജീവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയപ്പോൾ അവരോട് പിന്നീട് വരാനെന്ന് പറഞ്ഞ് മരുന്ന് നൽകി മടക്കി അയക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇതിൽ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുള്ളത്? അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് 5 വർഷം മുൻപാണ്. 2021 കോവിഡിന്റെ 2ാം തരംഗമുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഈ വിവരം അറിയുന്നത് ഈ പറയുന്ന പേഷ്യന്റ് ഇന്നലെ നമ്മുടെ OP-യില് ഗൈനക്കോളജി OP-യിൽ വരികയും പിന്നെ ഗൈനക്കോളജിയുടെ HOD-യെ കാണുകയും ചെയ്തു. അപ്പോൾ അവര് നടത്തിയ ചില പരിശോധനകൾ, ഈ പേഷ്യന്റ് നടത്തിയ ചില പരിശോധനകളാണ് അവരുടെ വയറ്റിനുള്ളിൽ ഈ ഒരു ആർട്ടറി ഫോഴ്സസ്, കത്രിക എന്നല്ല നമ്മൾ പറയുന്നത്, ആർട്ടറി ഫോഴ്സസ് നമ്മൾ കണ്ടെത്തുകയും അതുമായിട്ടാണ് അവരുടെ എക്സ്റേ ഫിലിമൊക്കെ ആയിട്ടാണ് അവർ OP-യിൽ വന്നത്. ഉടനെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തി നമ്മൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് ചില വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ഉള്ളത് മൂലം അവർ അടുത്ത ദിവസം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടായ സംഭവത്തെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം രാവിലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രിലിമിനറി എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഗവൺമെന്റിൽ അറിയിക്കുകയും ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഡോക്ടർ, ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തിയായില്ലേ? പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആൾക്കാരിൽ നിന്ന് നമ്മൾ മൊഴികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വീഴ്ച വന്നത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞോ ഡോക്ടർ? അല്ല, ഇത് പ്രാഥമിക അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. എങ്കിൽ പോലും അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ സ്റ്റാഫ്, സിസ്റ്റേഴ്സ്, അനസ്തേഷ്യ നൽകിയ ഡോക്ടേഴ്സ്, എല്ലാവരുടെയും നമ്മളൊരു 8-10 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീമായിരിക്കുമല്ലോ ഒരു സർജറി ചെയ്യുന്നത്. അപ്പൊ അവരുടെ എല്ലാവരുടെയും മൊഴികൾ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. കൂടാതെ ബന്ധുക്കളുടെയും, ഈ രോഗിയുടെ ബന്ധുക്കളുടെയും മൊഴികൾ നമ്മൾ എടുക്കും. അതിനുശേഷം മാത്രമേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ശരി ഡോക്ടർ, അന്ന് അതായത് 2021 ഈ സർജറി കഴിയുന്നത്. അന്ന് ഈ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർമാരും മറ്റ് നഴ്സുമാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണോ മനസ്സിലാകുന്നത്? ഇല്ല, എല്ലാവരും ഇല്ല. 5 വർഷം മുൻപുള്ളതായതുകൊണ്ട് ഈ സർജറി ചെയ്ത ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ ഇവിടെ ഇല്ല. അവരെ എല്ലാം നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ മൊഴിയെടുക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 5 വർഷം ശരി ഡോക്ടർ, ഇവിടെ ഡോക്ടർ ലളിതാംബിക പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അന്ന് ആ സർജറി സമയത്ത് ചില ജീവനക്കാരുടെ കുറവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്ലോർ നഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുകൂടി പറയുന്നുണ്ട്. അത് ശരിയാണോ? അല്ല, നമുക്ക് മാൻ പവറിനകത്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി PPE കിറ്റ് ഇട്ടുകൊണ്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്തത്. പല സ്റ്റാഫും വന്ന് രോഗം ബാധിച്ചൊക്കെ വരാതിരുന്നിട്ടുണ്ട്. ഒത്തിരി പരിമിതികളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നത്. എങ്കിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്, അന്ന് നടത്തിയത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി ഡോക്ടർ, ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കൊക്കെ തോന്നുന്നത് ഇത്ര വലിയ ഒരു സർജറി നടക്കുന്നു, ആ സർജറിയിൽ ഇത്രയും പോകുന്ന ഒരു കത്രിക എങ്ങനെയാണ് അതിൽ മറന്നു വെക്കാൻ കഴിയുന്നത്? അത് എത്ര വലിയ അലംഭവമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ? ഇത് സാധാരണഗതിയിൽ അങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആരും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. ഇതെന്താണ് ഇത് ഉണ്ടായത്? ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു കോവിഡ് കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർ ഈ PPE കിറ്റും പിന്നെ ഗോഗിൾസും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഈ സർജറിക്കകത്ത് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കണം ഇത്. അതെല്ലാം കൂടുതൽ കാര്യങ്ങൾ നമുക്കത് എൻക്വയറി നടത്തിയാലേ ഈ ഇതുവരെയുള്ള കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇത് അസിസ്റ്റ് ചെയ്ത സിസ്റ്റർ ഇതിനകത്ത് കേഷ്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇതിനു മുൻപും പിൻപും ഇതിന്റെ ഉപകരണങ്ങളുടെ എല്ലാ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ സംഭവിച്ചത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു സംഭവമായിരിക്കണം. അത് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ശരി ഡോക്ടർ, ഇതുവരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യ മന്ത്രിക്ക് നൽകിയിട്ടില്ലല്ലോ? ഇല്ല, നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഇന്ന് തന്നെ അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കഴിയും? ഒരു അന്വേഷണം മൊഴിയെടുപ്പൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ശരി ഡോക്ടർ, വിദഗ്ധ സമിതി എപ്പോഴാണ് അവിടെ എത്തുക വണ്ടാനത്ത്? വിദഗ്ധ സമിതി ഉച്ചയാകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് നിന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി നന്ദി ഡോക്ടർ പത്മകുമാർ. അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. ഇതിൽ ശക്തമായ നടപടിയിലേക്ക് തന്നെ കടക്കും. ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നതേയുള്ളൂ, റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
യെസ്, എന്തായാലും വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെ സംഭവിച്ചു എന്നതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്.